കണ്ടോ? അയ്യോ, ഇതൊന്നും ഞാൻ കുഴിച്ചിട്ടതല്ല. അല്ലേ? ഇത് നിങ്ങൾ കുഴിച്ചിട്ടതല്ലേ? അല്ല. പ്രിയേ, അതെനിക്കിഷ്ടപ്പെട്ട്. ഒന്നുകൂടെ കൊടുക്ക്. ഇവള് മനഃപൂർവ്വം അമ്മയെ ഇൻസൾട്ട് ചെയ്യാനാ വന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് അവൾ എൻ്റെ കയ്യിൽ നിന്ന് നല്ലത് മേടിച്ചോണ്ടേ പോവൂ. അതെ മോളെ, ഞാനിപ്പോ വരാവേ. ആരും കാണാതെ കൈകാര്യം ചെയ്യണം. ആരെങ്കിലും കണ്ട പണി പാളും. ഇനി തകിടെടുക്കാം. ഈ തകിട് കൃത്യസ്ഥലത്ത് കുഴിച്ചിട്ട രാധമ്മയുടെ മരുമകളുടെ തല പൊട്ടിത്തെറിക്കുന്ന കോട്ടുവാറ സിദ്ധം പറഞ്ഞേക്കുന്നത്. ഈശാന് പോണ എവിടെയാ? അവിടെ കുഴിച്ചിടാം. ഈ ശംഖുവരൻ പാമ്പന്ത ഇവിടെ കിടന്നെഴയുന്നത്? എന്തോ തരികിട ഉണ്ടല്ലോ. ഇവരെന്താ ഇവരുടെ കുഴി മാന്തുന്നു? എന്തോ വേലയാണല്ലോ. ദൈവമേ, സിദ്ധം പറഞ്ഞതുപോലെ എല്ലാം നടക്കണേ. എന്റെ ദൈവമേ, എന്റെ കുന്നനാട്ട് ഭഗവതി, കൂടോത്രം. എന്താ അത്? നിങ്ങളോടാ ചോദിച്ചത് എന്താ അതെന്ന്? അത് പിന്നെ ഞാനീ ചേന നടുവായിരുന്നു. ചേന. ഞങ്ങളുടെ പറമ്പിൽ നിങ്ങൾ ചേന നടേണ്ട കാര്യം? കൂടോത്രം ചെയ്തോണ്ട് വന്ന് കുഴിച്ചിടുവല്ലായിരുന്നോ നിങ്ങള്? കൂടോത്രോ? മാന്തി എടുക്ക്. മാന്തി എടുക്കാൻ. ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഈ കുഴിയിൽ മൂടും. മാന്തി എടുക്കാൻ. ഞാനൊന്നും കുഴിച്ചിട്ടിട്ടില്ല. ഇല്ലേ? മാന്തി എടുക്കാൻ. സത്യം പറ. ഇല്ലേ? കുഴിച്ചിട്ടില്ലേ നിങ്ങള്? സത്യം പറയാൻ. നിങ്ങൾ കുഴിച്ചിരുന്ന ഞാൻ കണ്ടതല്ലേ? മാന്തി എടുക്കാൻ. പ്രിയേ, പ്രിയ എന്താ ഇത്? പ്രിയ വീട്. പ്രിയേ, എന്താ പ്രിയ? എന്താ എന്താ രുക്മിണി? എന്ത് പറ്റിയതമ്മ? നിന്റെ അമ്മായിയമ്മയ്ക്ക് ഇവിടെ കൂടോത്രം. എടുക്കുന്നല്ലേ? എടുക്കാൻ അങ്ങോട്ട്. പ്രിയേ, അമ്മേ, അയ്യോ അമ്മേ, എടുക്ക് അങ്ങോട്ട്. മാന്തി എടുക്കാൻ. യോ, ദാ കൂടോത്ര തകിട്. അമ്പടി പൊളിച്ചു. അമ്മേ, എനിക്ക് കണ്ടോ? അയ്യോ, ഇതൊന്നും ഞാൻ കുഴിച്ചിട്ടതല്ല. അല്ലേ? ഇത് നിങ്ങൾ കുഴിച്ചിട്ടതല്ലേ?
അല്ല. പ്രിയേ, അതെനിക്കിഷ്ടപ്പെട്ട്. ഒന്നുകൂടെ കൊടുക്ക്. എന്നെ തല്ലിയല്ലേടി നിന്നെ ഞാൻ. തൊടരുത് എന്റെ മോളെ. തൊട്ടാ നിന്റെ കൈ ഞാൻ വെട്ടും. എന്താണെങ്കിലും ഈ കൂടോത്രം ചെയ്ത് കൊണ്ടുവന്ന് കുഴിച്ചിടുന്നത് വളരെ ചീപ്പായ ഏർപ്പാടാ. ഇതൊക്കെ ഒരുമാതിരി ചീഞ്ഞുനാറിയ ഏർപ്പാടാ. ഈ കാലത്തും ഇത്ര വൃത്തികെട്ട മനുഷ്യരുണ്ടല്ലോ. ഇത് ഏത് തരം കൂടോത്രമാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് താടി. എന്റെ ദൈവമേ, കലാപസ്ഫോടന, കാളി, കൂളി, ദുർമരണ കൂടോത്രം. ഇതെവിടെ കിടന്നിരുന്നെങ്കിൽ ഇവിടെയുള്ള എല്ലാവരുടെയും തല പൊട്ടിത്തെറിച്ചു പോയേനെ. തലയില്ലാതെ നടക്കുന്ന ഞങ്ങളെയൊക്കെ കണ്ട് നാട്ടുകാർ കൂകി വിളിച്ചാനെ. നിങ്ങൾ തന്നെ പറയ, ഇതിനൊക്കെ ഈ രുക്മിണിയോട് ഞങ്ങൾ എന്ത് ദ്രോഹ ചെയ്തത്? നിങ്ങൾ അയൽക്കൂട്ടക്കാരല്ലേ? പറയാതിരിക്കാൻ വയ്യ, ഇതൊക്കെ വളരെ മോശമായി പോയി രുക്മിണി. ഇതൊക്കെ പണ്ട് 18-ാം നൂറ്റാണ്ടിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാ. എന്തായാലും ഇതൊരു ചീഞ്ഞ ഏർപ്പാടായിപ്പോയി. എന്റെ അഭിപ്രായം പറഞ്ഞ ഇത്ര നാറിയ പണി ചെയ്ത രുക്മിണിയെ കടലാവണക്കിന്റെ വടിവെട്ടി അടി കൊടുക്കേണ്ടതാ. ഗൾഫിലായിരുന്നെങ്കിൽ എണ്ണപ്പാടത്തിട്ട് മുക്കിക്കൊല്ലായിരുന്നു. സത്യം പറമ്മേ, അമ്മ ചെയ്തതാണോ ഇത്? അയ്യോ എന്റെ പൊന്നുമോളെ, ഞാൻ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യ. അയ്യോ, ആ പിന്നെ ഞാനിങ്ങോട്ട് വന്നെന്ന് പറഞ്ഞത് ശരിയാ. ആ അത് പിന്നെ ഞാൻ കുറച്ച് കുറുന്തോട്ടി പറിക്കാനാ. പിന്നെ കുറുന്തോട്ടി. ഈ കാലത്ത് ആ കുറുന്തോട്ടി ആടലോടോ ഒക്കെ. ആ പിന്നെതാ ഈ പ്രിയ ഉണ്ടല്ലോ, പ്രിയ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാ. മിണ്ടരുത്. ഇനിയും മിണ്ടിയ ഇനിയും നിങ്ങൾ അടിമേടിക്കും. എന്താ എന്താ ഇവിടെ? എന്താ ഇവിടെ? അയൽക്കൂട്ട മീറ്റിംഗ് ഇപ്പൊ വീടിന്റെ പിന്നാമ്പുറത്തായോ? വേണുട്ടാ, ഈ രുക്മിണി വേണ്ട, ഞാൻ പറയാം. വേണുവശാനെ, ഈ രുക്മിണി ഇവിടെ കൊണ്ടുവന്ന് കൂടോത്രം കുഴിച്ചിട്ട് അതെന്റെ മരുമോള് കണ്ട് രുക്മിണിക്കൊട്ടൊരു അടിയും കൊടുത്ത്. വേണ്ട, നമ്മളൊക്കെ തട്ടിപ്പോണ്ട കൂടോത്രമാണ് ഇവള് ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മളെയൊക്കെ തട്ടിക്കളയാനാണല്ലോ അമ്മായിമ്മയും മരുമോളും കൂടെ നടക്കണത്. വാ അമ്മേ, നമുക്ക് പോവാം. നീ നോയിക്കോടി, എന്റെ മകനെന്ന് വരട്ടെ. അവനെ കൊണ്ട് നിന്നെയും നിന്റെ പാളയം കൂടെ ഭർത്താവിനെ ഞാൻ ശരിപ്പെടുത്തും. നോക്കിക്കോ. എന്റെ മോൻ ജയൻ പാളയന്തോടം വാഴയാണെങ്കിലേ നിന്റെ മോൻ കാട്ടുവാഴയാ. കാട്ടുവാഴ. അമ്മേ വാ വാ. നിക്കടി അവിടെ.